ഇരിക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്ന കാർഡ് 10 ഓഫ് വൺസ് ആണ്. നിങ്ങളോട് പിണങ്ങിപ്പോയ ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് മെന്റലി വളരെ ടയേർഡായ ഒരവസ്ഥയിലിരിക്കുന്നു. ഒരു ഭാരം കൊണ്ട് നടക്കുന്നത് പോലെ തോന്നുന്ന ഒരവസ്ഥ. ആദ്യമൊക്കെ ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ സന്തോഷം തന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ പിന്നീട് അതൊരു റെസ്പോൺസിബിലിറ്റി കൊടുക്കേണ്ട ഒരു ദിശയിലേക്ക് എത്തിയപ്പോൾ അവർക്കതിന് കഴിയാതെ പോയതായിരിക്കാം. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഒരു ഫീലിംഗും ആകാം. കാരണം നിങ്ങൾ ഈ ഒരു ബന്ധത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തു, പക്ഷേ ടയേർഡായിപ്പോയി, ഇനി മുന്നോട്ട് നീങ്ങാൻ പറ്റാത്ത അവസ്ഥ. ദ എംപറർ കാർഡ് ഒരു ഈഗോ അതുപോലെ തന്നെ കൺട്രോളിനെ സൂചിപ്പിക്കുന്നു. ഞാൻ ചെയ്തത് ശരിയാണ് എന്നൊരു സ്റ്റബൺ മൈൻഡ് സെറ്റ് ഇപ്പോഴും അവർക്ക് വളരെ സ്ട്രോങ് ആണ്. അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെയും കൺട്രോൾ കൈവിടാൻ അവർക്ക് പറ്റുന്നില്ല. പേജ് ഓഫ് കപ്സ് ഒരു റിയൽ ട്രൂത്തിനെ സൂചിപ്പിക്കുന്നു. അവരുടെ ഉള്ളിൽ സ്റ്റിൽ ഒരു സോഫ്റ്റ് ഫീലിംഗ് ഒക്കെ ഉണ്ട്. ഒരു മാപ്പ് പറയണം, അപ്പോളജി പറയണം, വീണ്ടും കണക്റ്റ് ആകണം എന്നൊരു ഇന്നസെന്റ് വിഷൊക്കെ ഉണ്ട്. പക്ഷേ ആക്ഷനായി വരുന്നില്ല. ഇതൊരു തോന്നലായിട്ട് മനസ്സിൽ ഇരുന്ന് വിചാരിക്കുന്നതേ ഉള്ളൂ. ഇത്